children. Today, let me tell you a story about a magical umbrella. Good day, children. Teacher ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മാന്ത്രിക കുട. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? A boy named Chunnu lived in a village. His father was very poor, who worked for landlords. The money he got from them was not sufficient for their daily needs. So, if any extra expense shooted up, he used to get worried. ചുന്നു എന്ന പേരുള്ള കുട്ടി തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവൻ്റെ അച്ഛൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ധാരാളം സ്വത്തുക്കളുള്ള ജന്മിമാരുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ പണി ചെയ്ത് കിട്ടുന്ന വരുമാനം അവരുടെ വീട്ടിലെ നിത്യ ചിലവുകൾക്ക് പോലും തികയില്ലായിരുന്നു. എപ്പോഴെങ്കിലും പണത്തിന് കൂടുതൽ ചിലവ് വന്നാൽ അദ്ദേഹം വളരെയധികം വിഷമിക്കുമായിരുന്നു. Like every year, this time too, the rainy season began. And like always, Chunnu didn't have an umbrella. He used to run and somehow managed to reach school. But alas, he was always late. എല്ലാ കൊല്ലത്തെയും പോലെ ഈ വർഷവും അതിശക്തമായ മഴക്കാലം ആരംഭിച്ചു. എന്നത്തെയും പോലെ ഈ തവണയും ചുന്നുവിന് സ്കൂളിൽ പോകാൻ കുടയുണ്ടായിരുന്നില്ല. അവൻ കുടയില്ലാതെ കഷ്ടപ്പെട്ട് ഒരു വിധം ഓടി സ്കൂളിൽ എത്തുമായിരുന്നെങ്കിലും എപ്പോഴും സമയം വൈകുമായിരുന്നു. The class teacher stopped him by saying, "Chunnu, stop there. How many times have I told you not to come to school getting wet in the rain? Why don't you use an umbrella?" അവനെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, ചുന്നു, അവിടെ നിൽക്കൂ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മഴയത്ത് നനഞ്ഞു വരാതെ കുട ചൂടി വരണമെന്ന്. നീ എന്താണ് കുട ഉപയോഗിക്കാത്തത്? One of his classmates, named Gappu, started laughing and replied, "Ha ha ha! Miss, every year he says he will get an umbrella next year, but never gets one." ചുന്നുവിന്റെ കൂട്ടുകാരനായ ഗപ്പു കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹ ഹ ഹ, ടീച്ചർ, എല്ലാ വർഷവും അവൻ പറയും അടുത്ത വർഷം കൂടെ കൊണ്ടുവരാമെന്ന്. പക്ഷെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. Then the teacher asked Chunnu, "Why don't you get an umbrella?" He replied, "Miss, I don't have one." Again, Gappu, his classmate, replied, "Ask your father to buy one. See my new umbrella. Isn't it so beautiful?" ടീച്ചർ ചുന്നുവിനോട് ചോദിച്ചു, നീ എന്താണ് കുട കൊണ്ടുവരാത്തത്? ചുന്നു പറഞ്ഞു, ടീച്ചർ, എനിക്ക് കുടയില്ല. ഗപ്പു പറഞ്ഞു, നിനക്കെന്താ അച്ഛനോട് ഒരു കുട വാങ്ങിത്തരാൻ പറഞ്ഞാൽ? നോക്കൂ, ഇത് കണ്ടോ, എന്റെ പുതിയ കുട എന്ത് മനോഹരമാണ്. Teacher said, "See, Chunnu, I can't allow you to enter the class as you are wet. Either you go home or stand outside and attend the class." So that day, Chunnu stood outside the class and listened to what the teacher was teaching. ടീച്ചർ പറഞ്ഞു, നോക്കൂ ചുന്നു, നിന്നെ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ക്ലാസ് ആകെ വൃത്തികേടാകും. നീ വീട്ടിൽ പോയിട്ട് നാളെ വരൂ. അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നീ ക്ലാസ്സിന് പുറത്ത് നിന്ന് കേട്ടാൽ മതി. അങ്ങനെ അന്ന് ചുന്നു ടീച്ചർ പഠിപ്പിക്കുന്നത് ക്ലാസിന്റെ പുറത്ത് നിന്ന് കേട്ടു പഠിച്ചു. Next day, he decided that he would leave for school before the rain begins. So, he woke up early, got ready, and was about to leave. And there, it started raining. പിറ്റേ ദിവസം മഴ തുടങ്ങുന്നതിന് മുൻപേ സ്കൂളിൽ എത്താൻ വേണ്ടി ചുന്നു വളരെ നേരത്തെ ഉണർന്നു തയ്യാറായി. പക്ഷേ ചുന്നു പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ദാ മഴ ആരംഭിച്ചു. Chunnu told his father, "Please buy me an umbrella." His father replied, "Surely, son, I will buy you one soon." His mother replied,
Every year you tell him this, but never are we able to fulfill this wish of his. ചുന്നു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കുട വാങ്ങിത്തരുമോ? അച്ഛൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ ഉടനെ വാങ്ങിത്തരാം മോനെ. അമ്മ പറഞ്ഞു, എല്ലാ വർഷവും നിങ്ങൾ ഇതുതന്നെയല്ലേ അവനോട് പറയുന്നത്, പക്ഷേ ഒരിക്കലും അവൻ്റെ ആവശ്യം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. Father feels very bad and says, sorry son, I work very hard, but what to do? The money I get is very little, so I am unable to buy an umbrella for you. അച്ഛൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, ക്ഷമിക്കൂ മോനെ, ഞാൻ എന്നും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്തു ചെയ്യാം, കിട്ടുന്ന പണം വളരെ കുറവാണ്, അതുകൊണ്ടാണ് മോനെ കുട വാങ്ങാൻ സാധിക്കാത്തത്. Chunnu says, don't worry, I will manage myself. I will run to school by standing under each tree I find on the way. Bye mama, bye papa. ചുന്നു പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാം. പോകുന്ന വഴിക്ക് കാണുന്ന മരത്തിൻ്റെ അടിയിൽ മഴ നനയാതെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും സ്കൂളിൽ എത്തിക്കോളാം. ടാറ്റ അച്ഛ, ടാറ്റ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്കൂളിലേക്ക് ഓടി. On the way, when it started raining, he ran and stood under a big tree. But the rain got heavier and heavier. He knew if he gets wet and go to school, then his teacher won't allow him to sit in the classroom. So he climbed up that tree and sat on the branch, waiting for the rain to stop. പോകുന്ന വഴിക്ക് മഴ പെയ്തപ്പോൾ ചുന്നു മഴയിൽ നിന്ന് രക്ഷ തേടി ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു. പക്ഷേ മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. മഴ ഇങ്ങനെ തുടർന്നാൽ അവൻ ആകെ നനയുമെന്നും ഉടുപ്പെല്ലാം നനഞ്ഞാൽ ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കില്ലെന്നും അവൻ അറിയാമായിരുന്നു. അതിനാൽ അവൻ ആ വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരു മരക്കൊമ്പിലിരുന്നു. എന്നിട്ട് മഴ മാറാൻ വേണ്ടി കാത്തിരുന്നു. When he felt hungry, he decided to have his lunch box. And as he opened his lunch, he heard some footsteps. He looks down and he saw a sannyasi standing under the tree. While he was eating his lunch, the sannyasi kept staring at him. സമയം പോകും തോറും ചുന്നുവിന് വിശക്കാൻ തുടങ്ങി. വിശപ്പടക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോയ ഭക്ഷണപാത്രം തുറന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി. ഈ സമയത്ത് മരത്തിൻ്റെ ചുവട്ടിലൂടെ ആരോ നടക്കുന്ന ശബ്ദം കേട്ടു. അവൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരു സന്യാസി അവിടെ നിൽക്കുന്നത് കണ്ടു. ചുന്നു തൻ്റെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ സന്യാസി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. Chunnu asked the sannyasi, Baba, would you like to share my food? Sannyasi replied, Yes, my dear, surely, as I am very hungry. Chunnu tells him, No problem, come let's share and eat. While eating, the sannyasi asks Chunnu why he was sitting on the tree. Chunnu tells him his story. ചുന്നു സന്യാസിയോട് ചോദിച്ചു, താങ്കൾക്ക് എൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണോ? സന്യാസി പറഞ്ഞു, വേണം മോനെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ചുന്നു പറഞ്ഞു, ഓ അതിനെന്താ, ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സന്യാസി ചുന്നുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് കുട്ടി മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നത്? അവൻ തൻ്റെ കഥയെല്ലാം സന്യാസിയോട് പറഞ്ഞു. The sannyasi says, Oh, that's all? See, you can take my umbrella. Chunnu says, Oh, Baba, so you had an umbrella, but still you were getting wet? Oh, that's okay. We sannyasis do not mind getting wet, as we are used to all of this. Now, you please keep the umbrella, and thank you so much for the lunch. God bless you, my son. ഇത് കേട്ട സന്യാസി പറഞ്ഞു, ഓ ഇതാണോ കാര്യം, നീ എൻ്റെ കുട എടുത്തുകൊള്ളൂ. ചുന്നു സന്യാസിയോട് ചോദിച്ചു, താങ്കൾക്ക് കുടയുണ്ടായിരുന്നോ? കുടയുണ്ടായിട്ടും താങ്കൾ എന്താണ് നനഞ്ഞിരിക്കുന്നത്? ഓ അതെന്താണെന്നോ, ഞങ്ങൾ സന്യാസിമാർ നനയുന്നതൊന്നും കാര്യമാക്കാറില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു.
നീ എന്തായാലും ഈ കുട എടുത്തുകൊള്ളൂ. വിശന്നപ്പോൾ ഭക്ഷണം തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. So Chunnu goes to school with the umbrella. All his friends were so surprised to see Chunnu's new and beautiful umbrella. But the teacher asked him, "Chunnu, you are late. It is time for the last bell. Why were you so late? And now that you have an umbrella too?" അങ്ങനെ ചുന്നു സന്യാസി നൽകിയ കുടയുമായി സ്കൂളിലേക്ക് പോയി. ചുന്നുവിന്റെ ഭംഗിയുള്ള പുതിയ കുട കണ്ട് കൂട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു. ടീച്ചർ ചുന്നുവിനോട് ചോദിച്ചു, ഇന്ന് കുടയുണ്ടായിട്ടും നീ എന്താണ് വൈകി വന്നത്? സ്കൂൾ വിടാറായല്ലോ. Sorry, miss. I just got the umbrella. I promise I won't be late ever after. When all the children came out of the school, suddenly it started raining. So the children who had umbrella opened them and started walking home. But 2 to 3 children didn't have an umbrella, and Gappu started making fun out of them. ക്ഷമിക്കൂ ടീച്ചർ, എനിക്ക് കുട ഇപ്പോൾ കിട്ടിയതേയുള്ളൂ. നാളെ മുതൽ ഞാൻ വൈകി വരില്ല. കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ വരാം എന്ന് ചുന്നു പറഞ്ഞു. കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. കുടയുണ്ടായിരുന്ന കുട്ടികളെല്ലാം അത് നിവർത്തി നടക്കാൻ തുടങ്ങി. പക്ഷേ 2-3 കുട്ടികൾക്ക് കുടയുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഗപ്പു അവരെ കളിയാക്കാൻ തുടങ്ങി. Chunnu opened his umbrella and invited those boys to join him. But they said, "How can all of them get into a single umbrella? And then they all might get wet." But he insisted them to get into his umbrella. To their surprise, the umbrella got bigger and bigger. Because of heavy rains and wind, Gappu's umbrella turned upside down. ചുന്നു തന്റെ കുട തുറന്ന് കുടയില്ലാതിരുന്ന തന്റെ കൂട്ടുകാരെ എല്ലാം മഴ കൊള്ളാതെ കുടയിൽ നിൽക്കാൻ ക്ഷണിച്ചു. കൂട്ടുകാർ ചുന്നുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടി ഒരു കുടയുടെ കീഴിൽ നിൽക്കുന്നത്? അങ്ങനെ നിന്നാൽ തന്നെ നമ്മൾ എല്ലാവരും നനയില്ലേ? അവൻ നിർബന്ധിച്ച് മഴ നനയാതെ കൂട്ടുകാരെ തന്റെ കുടയിൽ ചൂടിച്ചു. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് കുട വലുതാകാൻ തുടങ്ങി. ശക്തമായ കാറ്റും മഴയും ആയതിനാൽ ഗപ്പുവിന്റെ കുട മുകളിലേക്ക് മടങ്ങിപ്പോയി. Chunnu invited him too into his umbrella. Everyone sees the umbrella getting bigger and bigger. Ultimately, almost half of the village came under the umbrella. People who were watching the sight felt like Lord Krishna was carrying Govardhan mountain and saving so many people from the rain. ഇത് കണ്ട ചുന്നു ഗപ്പുവിനെയും മഴ നനയാതെ തന്റെ കുടയിൽ ചൂടാൻ ക്ഷണിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ വലുതായി കൊണ്ടേയിരുന്നു കുട. ഗ്രാമത്തിലെ പകുതിയിലധികം ആളുകളും കുടയുടെ ചുവട്ടിൽ ഇത് കണ്ട ആളുകൾക്ക് എന്താണ് തോന്നിയതെന്നോ? ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ചുമന്ന് എല്ലാവരെയും ശക്തമായ മഴയിൽ നിന്നും സംരക്ഷിക്കുന്നതായിട്ടാണ് തോന്നിയത്. Next day, the landlord came home and asked Chunnu's father, "I heard your son has a very large umbrella which can accommodate the whole village." But he replies, "No, my lord, this is a small umbrella. See it for yourself." The landlord says, "How come? I saw it with my own eyes." He opens the umbrella, and when 2 more people come and stand under the umbrella, it starts getting bigger. ഈ കാര്യം അറിഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ ജന്മി ചുന്നുവിന്റെ വീട്ടിൽ വന്ന് അച്ഛനെ കണ്ട് ചോദിച്ചു, തന്റെ മകന്റെ കയ്യിൽ ഈ ഗ്രാമത്തിലെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ പറ്റുന്നത്ര വലിയ കുടയുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ചുന്നുവിന്റെ അച്ഛൻ പറഞ്ഞു, ഇല്ല അങ്ങുന്നേ, അതൊരു ചെറിയ കുടയാണ്. അങ്ങേക്ക് വേണമെങ്കിൽ അത് കണ്ടു ബോധ്യപ്പെടാം. ജന്മി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് കുട തുറന്നു. കുടയുടെ ചുവട്ടിൽ കൂടുതൽ ആളുകൾ വരും തോറും കുട വളർന്നുകൊണ്ടേയിരുന്നു. The landlord then enquires, "From where did Chunnu get this umbrella?" He replies,
"Oh, this was given to me by a sannyasi Baba." The landlord says, "This is a magical umbrella. Why don't we use it to save water for the whole year?" Then Chunnu's father says, "Really? How come?" ഇത് കണ്ട് ജന്മി ചുന്നുവിന് ഈ കുട എവിടെ നിന്നാണ് കിട്ടിയതെന്ന് തിരക്കി. എനിക്ക് ഈ കുട ഒരു സന്യാസിയാണ് തന്നത് എന്ന് ചുന്നു പറഞ്ഞു. ജന്മി പറഞ്ഞു, ഇതൊരു മാന്ത്രിക കുടയാണ്. ഒരു വർഷത്തേക്കുള്ള മുഴുവൻ വെള്ളവും സംഭരിക്കുന്നതിന് വേണ്ടി ഈ മാന്ത്രിക കുട നമുക്ക് ഉപയോഗിച്ചാലോ? പക്ഷെ എങ്ങനെ എന്ന് ചുന്നുവിന്റെ അച്ഛൻ ചോദിച്ചു. The landlord answers, "Whenever it rains, we will make Chunnu hold the umbrella and ask all the people to stand on both the sides in a long queue. Then the umbrella will grow bigger and bigger, and we can collect all the water into our rivers and ponds." ജന്മി പറഞ്ഞു, എപ്പോഴെല്ലാം മഴ പെയ്യുന്നുവോ അപ്പോൾ ചുന്നു കുട നിവർത്തി ആളുകളോട് കുടയുടെ 2 വശങ്ങളിലും നിരനിരയായി നിൽക്കാൻ പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ കുട വളർന്നുകൊണ്ടേയിരിക്കും. കുടയുടെ മുകളിൽ വീഴുന്ന മഴവെള്ളം മുഴുവൻ നമ്മുടെ നദികളിലും കുളങ്ങളിലും ശേഖരിക്കാം. So Chunnu did accordingly, and thus the river, the ponds and the stream of that village got filled with water. That year the village harvested lots of crops, and all were praising Chunnu for all the good things that was happening in the village. ചുന്നു പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിലെ നദികളും കുളങ്ങളും അരുവികളും നിറഞ്ഞു കവിഞ്ഞു. ധാരാളം വെള്ളം ലഭിച്ചതിനാൽ ആ വർഷം കൃഷിയിലൂടെ ധാരാളം ധാന്യം സംഭരിക്കാൻ കഴിഞ്ഞു. ഗ്രാമത്തിലുണ്ടായ നല്ല കാര്യത്തിന് എല്ലാവരും ചുന്നുവിനെ പുകഴ്ത്തി. Chunnu's father told him, "Son, all these years you always wanted an umbrella. But see, when you got one, it helped the whole village." Chunnu replied, "Yes, Papa. I was always taught at school. The fruit of patience is always sweet." ചുന്നുവിന്റെ അച്ഛൻ പറഞ്ഞു, മോനെ, എല്ലാ വർഷവും നീ കുട വേണമെന്ന് പറയും. പക്ഷെ നിനക്കൊരു കുട കിട്ടിയപ്പോൾ അത് ഈ ഗ്രാമത്തിലെ എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നതായി. ചുന്നു പറഞ്ഞു, ശരിയാ അച്ഛാ, എന്നെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചതെന്ന് അറിയാമോ? ക്ഷമയുടെ ഫലം എപ്പോഴും മധുരമുള്ളതായിരിക്കും. Children, good things come to those who wait. Learning patience can be a difficult experience, but once we conquer it, you will find life easier. കുട്ടികളെ, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നത്. ക്ഷമ ശീലിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാലും ഒരിക്കൽ നിങ്ങൾ അത് ജീവിതത്തിൽ പരിശീലിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരവും സന്തോഷം നിറഞ്ഞതുമാകും. Anger and stress are 2 things that are enough to ruin a person's health. So children, patience is an important tool to overcome frustration and lead a happy and peaceful life. Take care. Thank you. ദേഷ്യവും ശാഠ്യവും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളെ, ക്ഷമ എന്നത് നിരാശയില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല ശീലങ്ങളാണ്. എല്ലാവരും സുഖമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.